നോക്കാം വിശദമായി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കങ്ങൾ രൂക്ഷമാകുന്നു. നിർണായക കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ തുടരുകയാണ്. MLA-മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് VD സതീശൻ എത്തിയിരിക്കുന്നു എന്നതാണ്. അതേസമയം MLA-മാരും ഭൂരിഭാഗത്തിന്റെയും പിന്തുണ KC വേണുഗോപാലിനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. K സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു. MLA-മാരുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഇരു നേതാക്കളും പറഞ്ഞു വെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ആദ്യം നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ നടക്കുന്നതെന്ന്. നൃപൻ, അവിടെ പാർലമെന്ററി പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. MLA-മാരുമായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന നിലപാടിലേക്ക്, സാധാരണ MLA ആയിരിക്കാം എന്ന നിലപാടിലേക്ക് VD സതീശൻ എത്തിയിരിക്കുന്നു എന്നതാണ് ഈ സമയം നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ വിവരം നിരീക്ഷകരെ സതീശൻ അറിയിച്ചു കഴിഞ്ഞോ? പലതരത്തിലുള്ള ചർച്ചകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ MLA-മാരിൽ നിന്ന് അഭിപ്രായം നിരീക്ഷകർ തേടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന കാര്യമാണ്. വെവ്വേറെയാണ് ഓരോ MLA-മാരെയും കാണുന്നത്. കണ്ട MLA-മാർ ഓരോരുത്തരായി ഇപ്പോൾ പുറത്ത് വന്നു തുടങ്ങി. ചാണ്ടി ഉമ്മൻ പുറത്തു വന്നു, ഒപ്പം തന്നെ KM അഭിജിത്ത് അല്പം മുമ്പാണ് പുറത്തു വന്നത്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ തങ്ങളുടെ അഭിപ്രായം തങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ്. ആകെ 63 MLA-മാരുടെ അഭിപ്രായം AICC നിരീക്ഷകർ രണ്ടുപേരും ചോദിച്ച് അറിയേണ്ടതുണ്ട്. അതിൽ ഒന്നാം പേരുകാരൻ, രണ്ടാം പേരുകാരൻ, മൂന്നാം പേരുകാരൻ, ഇതിൽ ആരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന കാര്യം അവർ തന്നെ അങ്ങോട്ട് പറയും. പിന്നെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യം അടക്കം ഇത് വ്യക്തമായി AICC നിരീക്ഷകർ ഇത് മനസ്സിലാക്കി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് അകത്ത് നടക്കുന്ന പല ചർച്ചകളെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതിലാണ് ഒരു സമ്മർദ്ദ തന്ത്രം VD സതീശൻ പ്രയോഗിക്കുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് തനിക്ക് ഈ മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എങ്കിൽ മറ്റൊരു പദവികളും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ താൻ MLA ആയി തുടരും എന്ന കാര്യം സമ്മർദ്ദം അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്ന് പറയുന്ന വാർത്തകളാണ്. അത് അകത്ത് നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. അത് ഒരു വിഭാഗം അത്തരത്തിലുള്ള സമ്മർദ്ദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ വിലയിരുത്തുകയോ പരിശോധിക്കുകയോ ചെയ്താൽ നിലവിലുള്ള 102 MLA-മാരുടെ പിന്തുണയുള്ള UDF അധികാരത്തിൽ വരുമ്പോൾ VD സതീശൻ ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അപ്രസക്തനായി മാറും എന്ന കാര്യത്തിൽ അത് ഏറ്റവും വ്യക്തമായി അറിയാവുന്ന ആൾ VD സതീശൻ തന്നെയാണ്. അദ്ദേഹം സമ്മർദ്ദമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകും, പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കില്ല. പലതരത്തിലുള്ള സമ്മർദ്ദം കോൺഗ്രസ് ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി വരും. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നയിച്ച UDF-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ഒരു മന്ത്രിപദം പോലും വഹിക്കാതെ MLA പദവിയായി തുടരും എന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾ അത് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മർദ്ദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അതല്ലാതെ അത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് ആ ചർച്ച വരും എന്ന സമ്മർദ്ദം ഹൈക്കമാൻഡിന് മുൻപിലേക്ക്, KC വേണുഗോപാലിന്റെ അടക്കം മുൻപിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള തന്ത്രമാണോ ഇപ്പോൾ മറ്റൊന്നും വേണ്ട, ഞാൻ സാധാരണ MLA ആയിരിക്കാം എന്ന ഒരു നിലപാടെടുക്കാൻ VD സതീശന് കാരണമാകുന്നത്? അതുതന്നെയാണ് മനു ഞാനും പറഞ്ഞത്. VD സതീശനെ പോലൊരു നേതാവ്, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച, പ്രതിപക്ഷത്തെ നയിച്ച ഒരു നേതാവ് മന്ത്രിപദമൊന്നും ഏറ്റെടുക്കാതെ വെറും MLA ആയി തുടർന്നാലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം സ്വാഭാവികമായി UDF-നെ അലട്ടും. ഘടകകക്ഷികൾ ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം പറയും. VD സതീശനെ കൂടി പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം AICC പ്രതിസന്ധിയിലാകും. അത്തരത്തിലൊരു സമ്മർദ്ദം മാത്രമാണ് VD സതീശൻ വയ്ക്കുന്നത് എന്നതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾ കൂടി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞത്. മറിച്ച് അത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വാർത്തകളായി പ്രചരിക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, പല ഭാഗത്തുനിന്ന് പ്രചരിപ്പിക്കുന്നത്. മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല പോലെ ഒരു നേതാവിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും സീനിയറായ നേതാവിനെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്ന രമേശ് ചെന്നിത്തല വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. KC വേണുഗോപാലാണ് ഇതിനു വേണ്ടിയുള്ള പണം മുഴുവൻ ഒഴുക്കിയത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചത്. AICC ആണ് മുഴുവൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് KC വേണുഗോപാലാണ്. അതുകൊണ്ട് എണ്ണത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ തലയെണ്ണിയാൽ KC വേണുഗോപാലാണ് ഒന്നാമൻ. ഇങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ കൗതുകരമായ കാഴ്ച KPCC ആസ്ഥാനത്ത് സംഘർഷഭരിതവും ഈ ഉദ്യോഗപരിതവും ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ ആകാംക്ഷാഭരിതമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഓരോ MLA-മാരുമായി പുറത്തു വരുന്നുണ്ട്. അവരോടെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആരെയാണ് പിന്തുണച്ചത് എന്ന കാര്യം. പക്ഷേ അവർക്ക് പറയാൻ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ തങ്ങളുടെ അഭിപ്രായം AICC നിരീക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. KM അഭിജിത്തും ചാണ്ടി ഉമ്മനും ഒക്കെ ഓരോരുത്തരായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാം മാധ്യമങ്ങൾ അഭിപ്രായം തേടുകയുണ്ട്. സജീവമായി ചർച്ചകൾ നടക്കുകയാണ്. MLA-മാരുടെ
അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചർച്ചയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയാണ്. എല്ലാ ഘടകകക്ഷികളെയും വെവ്വേറെ നേതാക്കൾ കേൾക്കും. അത് വൈകിട്ടായിരിക്കും അത്തരത്തിലുള്ള ചർച്ച നടക്കുക. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുമായി ഇന്നലെ ഇവിടെ കേരളത്തിലെത്തിയപ്പോൾ തന്നെ AICC നിരീക്ഷകർ AK ആന്റണി മുതൽ VS സുധീരൻ മുതൽ ഉള്ള നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൊടിക്കുന്ന് സുരേഷ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയിരുന്നു. K സുധാകരൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. അങ്ങനെ PJ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്ന് നേതാക്കളെയും ഇവിടെയും PR കൈകാര്യം ചെയ്യുന്ന PR ഏജന്റുമാർ ശക്തമായ പ്രചരണം അകത്തും പുറത്തും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ MLA മാർ പറയുന്ന അഭിപ്രായവും AICC എടുക്കുന്ന അന്തിമ റിപ്പോർട്ടും നിരീക്ഷകർ അവിടെ നൽകുന്ന റിപ്പോർട്ടും അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഏറെ നിർണായകമായി മാറുക. ഇനി ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സാധ്യതകളും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് അങ്ങനെയാണ്. ഈ നിലപാടുകളൊക്കെ ഇവിടെ അകത്തും പുറത്തും പറയുമ്പോഴും അന്തിമ തീരുമാനം AICC എന്തെടുക്കുമെന്ന കാര്യം ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. മനു, അല്ല, ഈ അന്തിമ തീരുമാനം AICC ഏതെടുക്കുമെന്ന ചോദ്യം വരുമ്പോൾ ആ AICCയിലെ തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ KC വേണുഗോപാലാണല്ലോ. അപ്പോൾ അത് ഈ പ്രശ്നത്തിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വശം കൂടിയല്ലേ നൃപൻ? ആ സാഹചര്യം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കില്ലേ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും? തീർച്ചയായും മനു, കാരണം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അദ്ദേഹമാണ് ഈ സംഘടനാ കാര്യങ്ങളിൽ അവസാനമായ വാക്ക് എന്ന് പറയുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പും സീലുമാണ്. അദ്ദേഹം കൈവപ്പ് ചാർത്തുന്ന ഒരു ഉത്തരവാണ് AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങുക. അത്രയും പവർഫുള്ളായ ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര കുതിച്ചാൽ സ്വാഭാവികമായും AICCയുടെ മനസ്സാർക്കൊപ്പമായിരിക്കും. അത് KC വേണുഗോപാലിനൊപ്പമായിരിക്കും. പിന്നെ MLA മാരുടെ പിന്തുണ, ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത്, അവർക്ക് ആവശ്യമായ തെരഞ്ഞെടുപ്പ് ചെലവ് എത്തിച്ചു നൽകിയതൊക്കെ തന്നെ KC വേണുഗോപാലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടോ AICC നിരീക്ഷകരോട് KC വേണുഗോപാലിനെതിരായ അഭിപ്രായം പറഞ്ഞുകൊണ്ടോ ഭൂരിഭാഗം MLA മാർ പോകാനുള്ള സാധ്യതയുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ സ്വമേധയാ നേരത്തെ മനു പറഞ്ഞതുപോലെ VD സതീശനെ മാറ്റി നിർത്തിയ അവസാനം KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദം പിടിച്ചെടുത്തു എന്നൊരു കല്ലുകടി, അപമതിപ്പ് ഘടകകക്ഷികളടക്കം ഉണ്ടാക്കി ജനങ്ങളുടെ ഭാഗത്ത് അത്തരത്തിലൊരു നിരാശാജനകമായ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അദ്ദേഹം സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. അല്ല എങ്കിൽ 2-3 പേരുകാരിലേക്ക് രണ്ടാമത് സാധ്യതകൾ വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴും MLA മാരെ കണക്കെടുക്കുമ്പോഴും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുമ്പോഴും ഇപ്പോഴും ഏറ്റവും വലിയ സാധ്യത KC വേണുഗോപാലിന് തന്നെയാണ്. മനു.